ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചൊരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടന്നാലും തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അലീനയാട്ടോ കാണിക്കുന്നത്. അപ്പം അലീന ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സീനാണ്. അങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് ജോലിയും വേലയും ഒക്കെ ഒതുക്കിയിട്ട് ഇങ്ങനെ ഒരു കസേര ഇരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. എന്തൊക്കെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത്തിന്റെ കേസും ഒക്കെ നാളെയാണല്ലോ. അപ്പം അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ ബാലചന്ദ്രനും എല്ലാവർക്കും വിഷമവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നാളെ എന്തായി തീരുന്നൊന്നും അറിയില്ല. നമ്മുടെ ശരണ്യ മൊഴിയിൽ ഉറച്ചു നിൽക്കുമോ, മൊഴി മാറ്റി പറയുമോ? അപ്പം ആ ഒരു ടെൻഷനിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോൾ വന്നു കേട്ടോ. അപ്പൊ കൃഷ്ണമോൾ വന്ന് നോക്കിയപ്പോഴത്തേക്കും അലീന ഇങ്ങനെ ഇരിക്കും. അപ്പൊ അലീനോട് കൃഷ്ണമോൾ ചോദിച്ചു, ഇതെന്താ ചേച്ചി ഇവിടെ നിൽക്കുന്നത്? ചേച്ചിക്ക് ഉറങ്ങണ്ടേ? രാത്രിയായി. അത് പിന്നെ മോളെ, ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ഇരുന്ന് പോയതാ. എന്തു പറ്റി ചേച്ചിക്ക്? എന്തോ മനപ്രയാസം ഉള്ളതുപോലെ തോന്നുകയാണല്ലോ. ഉം മനപ്രയാസം ഉണ്ട് മോളെ, ഒരുപാടുണ്ട്. ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഉം സന്തോഷങ്ങളും ഉണ്ട്. അതിന്റെ കൂടെ സങ്കടങ്ങള് രാത്രി പോലെയാണെങ്കിലേ സന്തോഷങ്ങള് പകല് പോലെയാണ്. ഉം പകല് ഉദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും രാത്രി വരാതിരിക്കത്തില്ലല്ലോ. അതുപോലെ തന്നെ രാത്രി വന്നാല് എപ്പോഴെങ്കിലും സൂര്യനും ഉദിക്കാതെ ഇരിക്കത്തില്ല. ഇതെന്തു പറ്റി ഇപ്പൊ ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ? എന്താ ലീന ചേച്ചി പറ്റിയത്? അതെ, നീ പറഞ്ഞില്ലേ മാഡം വീടെടുത്തെന്ന്, ഉടനെ താമസം അങ്ങോട്ടേക്ക് മാറ്റുവാണെന്നൊക്കെ. അത് പിന്നെ പമിതച്ചി ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അമ്മ പറഞ്ഞു തന്നേ. ഉം വെറുതെ പറഞ്ഞതൊന്നും അല്ലല്ലോ, സത്യമല്ലേ. വീടെടുത്ത് മാറാൻ പോവല്ലേ. അതില് മുന്നേ അച്ഛനുമായിട്ട് ഡിവോഴ്സ് ആകാൻ വേണ്ടി വക്കീൽ നോട്ടീസും അയച്ചില്ലേ? ഉം എല്ലാം കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തലയ്ക്ക് എന്തോ പോലെയാ. മേഡം എല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെയാ. അല്ല, അലീന ചേച്ചി അമ്മേനെ മേഡം എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് എനിക്ക് വല്ലാത്തൊരു ഫീല് തോന്നുക. അച്ഛനെ അച്ഛാന്ന് വിളിക്കാമെങ്കിൽ അമ്മേനെ അമ്മേന്ന് വിളിക്കത്തില്ലേ? ഉം അമ്മ മകളെ തിരിച്ചറിഞ്ഞ് അംഗീകരിച്ചാലല്ലേ മകളും അമ്മ അവളുടെ അമ്മയോ ആകത്തുള്ളൂ. അല്ലാതെ അമ്മ എന്ന് വിളിച്ചിട്ടോ അച്ഛാന്ന് വിളിച്ചിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. അതുകൊണ്ടാ. അല്ല, അച്ഛനോട് പറഞ്ഞല്ലോ ചേച്ചി, ദേ ഈ തീയിട്ട് പുകയ്ക്കുന്ന സസ്പെൻസ് ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി. നീ ഇപ്പം ഇരിക്കുമോളെ, ഇരിക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോളെ അവിടെ പിടിച്ച് അലീന ഇരുതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, ഉം അല്ല കൃഷ്ണമോളല്ല, സോറി, അലീന പറഞ്ഞു, നമുക്ക് എപ്പോ വേണമെങ്കിലും ഇത് പൊട്ടിക്കാം, ഈ സസ്പെൻസ്. പക്ഷെ ഒന്നെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ മേഡം, രണ്ടില് ഒരാള് ഈ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു പോകും. ഞാൻ ഈ സസ്പെൻസ് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്നെ കൊണ്ട് പറ്റില്ല. മേഡം സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞ് മനസ്സറിഞ്ഞ് തിരിച്ച് വരാൻ തയ്യാറായാൽ പോലും അച്ഛൻ പിന്നെ ഭർത്താവിന്റെ സ്ഥാനത്ത് ഇരിക്കത്തില്ല മോളെ. അച്ഛൻ പിന്നെ വേറൊരാളാകും. അത് ശരിയാ, അച്ഛൻ ഭയങ്കര അഭിമാനിയാ, എനിക്കറിയാം. അച്ഛൻ ഒരിക്കലും പിന്നെ ഇവിടെ നിൽക്കത്തില്ല. മേഡത്തിന്റെ വഞ്ചന അച്ഛൻ തിരിച്ചറിഞ്ഞു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാല് മേഡം പിന്നെ ഭാര്യാസ്ഥാനത്ത് ഇരിക്കുവോ? ഒരിക്കലും ഇല്ല ലീന ചേച്ചി. ഇപ്പൊ തന്നെ ഡിവോഴ്സ് കൊടുക്കാൻ പോകുന്നത് അമ്മയുടെ സൂപ്പർ ഈഗോ കാരണമല്ലേ? അതല്ലേ ഇപ്പൊ ഡിവോഴ്സിന്റെ അറ്റം വരെ എത്തിപ്പിടിച്ചു നിൽക്കുന്നത്. ചെകുത്താലും കടലിലും എന്ന പോലെയാ നമ്മള് 4 മക്കളും, അത് ഉറപ്പാ. 4 മക്കളെന്ന് തന്നെ പറയാം. ഒന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ, എല്ലാം അച്ഛനും അമ്മയും കൂടെ തീരുമാനിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, ആ തീരുമാനം ആർക്കും മാറ്റാൻ പറ്റത്തില്ല. എന്താ ചേച്ചി തീരുമാനിച്ചത്? അത് വേറൊന്നുമല്ല, മേഡം വാടക വീടെടുത്ത് താമസം മാറ്റുകയാണെങ്കിൽ പിന്നെ അധിക ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. അല്ല, ചേച്ചി എങ്ങോട്ട് പോകുന്ന ഈ പറയുന്നത്? അത് പിന്നെ എനിക്ക് എവിടെയെങ്കിലും ഇതുപോലെ ജോലി കിട്ടൂലോ, ഞാൻ അങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ചേച്ചി പോകുന്നാണോ പറയുന്നത്? മനസ്സുണ്ടായിട്ട് പോകുന്നൊന്നും അല്ല മോളെ. പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണ്ടേ ഈ കുടുംബത്തിന്? പിന്നെ ഈ കുടുംബത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ചേച്ചി. ബബിതേച്ചി അമ്മയുടെ കൂടെ പോകും, രോഹിത്തേട്ടൻ ജയിലില്, ഞാനും അച്ഛനും ഒറ്റയ്ക്ക് ഇവിടെ. അതൊക്കെയല്ലേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. പാലായില് നമ്പർ 1 ഫാമിലി ഏതാണെന്ന് ചോദിച്ചാല് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ദേ ഇതാണ്, ഇത് ബ്രോക്കൺ ഫാമിലി. അപ്പോഴത്തേക്കും നമ്മുടെ അലീന വല്ലാണ്ടാവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, ചേച്ചിക്ക് എല്ലാം വിട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റൂലോ. അത് പിന്നെ മോളെ, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ ഞാൻ എന്തൊക്കെയാ അനുഭവിക്കുന്നത്? പിന്നെ ഓർക്കുമ്പം ഒരു കുറ്റബോധമൊക്കെ പൊങ്ങി വരുന്നുണ്ട്.
എന്തോ ഞാൻ കാരണമാണല്ലോ ഈ വീട് തകർന്നത്. ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് എത്ര നല്ല കുടുംബമായിരുന്നു ഇത് എന്നൊക്കെ. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഒരു കണക്കിന് അതൊക്കെ ശരിയാ. ഞങ്ങളുടെയൊക്കെ വിചാരം ഒരുപാട് സന്തോഷമുള്ള വീട് ഞങ്ങളുടെയൊക്കെ ആയിരുന്നെന്നാ. ആ, അങ്ങനെ ആയിരുന്നല്ലോ കൃഷ്ണമോളെ. അതുകൊണ്ടാ മേഡം എപ്പോഴും പറയുന്നത്, ഇവള് ഈ കാല് കുത്തി അന്ന് മുതലാ ഈ വീട് മുടിഞ്ഞു പോകാൻ തുടങ്ങിയത്, നശിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ. ഏയ്, അതൊന്നും ശരിയല്ല ചേച്ചി. അമ്മ തന്നെയാ ഈ കുടുംബം നശിപ്പിച്ചത്, അതെനിക്ക് ഉറപ്പാ. അമ്മ ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു, അത് വേറൊന്നുമല്ല. ഉം ഞാൻ പറയട്ടെ, അലീന ചേച്ചിയെ ഒരു വേലക്കാരിയായിട്ട് മാത്രം കണ്ടാൽ മതിയായിരുന്നു, എങ്കില് ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ എത്ര എത്ര വേലക്കാരി വന്നിരിക്കുന്നു. അവരോടൊക്കെ അമ്മ നല്ല രീതിയിൽ തന്നെയാ പെരുമാറിയത്. പിന്നെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ചേച്ചി ആരാന്ന് ഞങ്ങൾ ആരും അറിയത്തില്ലായിരുന്നു. ഞങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണെന്നറിയാമോ? അമ്മ ചേച്ചീനെ സർവന്റായി കാണാതെ ശത്രുവായി കണ്ടു തുടങ്ങിയ ആ സമയത്ത്, അന്ന് മുതലാ ഈ കുടുംബത്തിന്റെ നാശം തുടങ്ങിയത്. അപ്പം നിനക്ക് ഇതൊക്കെ അറിയാലേ? പിന്നെ വേറെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ. അമ്മയുടെ വീട്ടുകാരും അച്ഛനെ ചതിച്ചതാണെന്ന് അച്ഛൻ എന്തെങ്കിലും തിരിച്ചറിയണ്ടേ ചേച്ചി? അതല്ലേ നീതി. എന്നും മനസ്സിൽ ഇതൊന്നും അറിയാതെ നടക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛന് വെറും വെറും വൃത്തികെട്ടവനായി പോവില്ലേ? എല്ലാവരും ചതിക്കുന്നവനായി പോവില്ലേ? അതൊക്കെ ചേച്ചി വന്നതുകൊണ്ടാണല്ലോ സംഭവിച്ചത്. എൻ്റെ അച്ഛന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ മനസ്സിലായത്. ശരിയാണ് മോളെ, ശരിയാ, എല്ലാം പറയുന്നത് ശരിയാ. എത്ര ആലോചിച്ചിട്ട് ഒരു ഉത്തരം കിട്ടുന്നില്ല. തെറ്റും ശരിയും മാറി മാറി ഒരു ഡെസ്കിൽ കിടന്ന് കറങ്ങുന്നത് പോലെ എനിക്ക് തോന്നുക. ചേച്ചി എന്തായാലും ചേച്ചി ഇവിടുന്ന് പോവണ്ടേ ചേച്ചി? ചേച്ചി പോയി ഞാനും അച്ഛനും ഒക്കെ തകർന്നു പോകും. അത് പിന്നെ മോളെ പോണം. മേഡം വാടക വീട്ടിലേക്ക് താമസം മാറി കഴിഞ്ഞാല് പിന്നെ ഞാൻ ഇവിടെ ഒരു അധികപ്പറ്റാണെന്നേ എല്ലാവർക്കും. അങ്ങനെ അധികപ്പറ്റാകാൻ അലീന ഇവിടെ നിൽക്കില്ല. ഞാൻ ഇവിടെ വന്നതിന്റെ അർത്ഥം വരെ മാറിപ്പോകും. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാതായി പോവും. എനിക്ക് നിങ്ങളോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ, അല്ലാതെ ദേഷ്യമോ ആരെയും ആരുടെയും ജീവിതം നശിപ്പിക്കാനോ ഒന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് കൃഷ്ണമോളുടെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അലീന പോകാൻ വേണ്ടി തന്നെ അപ്പം തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ വൈജ വീട് മാറി പോവുകയാണ്, അലീന പോവുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആരെയാണെന്നറിയാമോ? മുത്തശ്ശീനെ ഒത്തിരി ആയില്ലേ കണ്ടിട്ട്. അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് മനു കയറി ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യാനാ, ഇവിടെ എന്തെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാം തികയുന്നത് പോലെയാ. ഇച്ചിരി വെള്ളം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എല്ലാം തികയുവോ? പിന്നെ എന്റെ മോന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അവന് ചൂട് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിന് മനഃപൂർവ്വം അല്ലല്ലോ മുത്തശ്ശി. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ മുത്തശ്ശിക്കും അറിയാലോ. അല്ല, ഹരിക്കുട്ടന്റെ കാര്യം എന്താ ഇടാ മോനെ? അവനിപ്പോഴും ജയിലിൽ തന്നെയാ. കാര്യം അവൻ കാണിച്ചത് തെമ്മാടിത്തരമാണെങ്കിലും അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റോടാ നമുക്ക്? നമ്മുടെ കുടുംബത്തിലെ ചെറുക്കനായി പോയില്ലേ? അതുകൊണ്ടാ ഞാൻ പറയുന്നത്, അവന് ജയിലിൽ നിന്ന് ഇറക്കണ്ടേ മോനെ? ജയിലിൽ നിന്ന് ഇറക്കാനൊന്നും പറ്റത്തില്ല മുത്തശ്ശി. അതൊക്കെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് വെറും ഒരു അടിപിടി കേസോ തേങ്ങാമോഷണമോ അങ്ങനെയൊന്നും അല്ല, പീഡന കേസാ. ഒന്നാം തരം നല്ല പീഡന കേസ്. അന്ന് പറഞ്ഞ് കൈകഴുകി മാറി നിൽക്കാൻ പറ്റുമോടാ മനു? ശിവശങ്കരൻ വന്നിട്ട് നാളെ എത്രയായി? ഇതുവരെ അവനെ കൊണ്ടും പറ്റിയില്ലേ ഹരീനെ പുറത്തിറക്കാനൊന്നും? ഇതുവരെ ഞാനൊരു കാര്യം പറയട്ടെ, അതൊക്കെ ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല മുത്തശ്ശി. അതെ, കാടിച്ചത് തെമ്മാടിത്തരമൊക്കെ ചെവിക്കുറ്റി നോക്കി പറഞ്ഞാൽ കൊടുക്കണം. പിന്നെ ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ നോക്കുമ്പം ക്ഷമിക്കും. ഇല്ലെങ്കിൽ വരുമ്പോഴത്തേക്കും ചെപ്പക്കുറ്റി നോക്കി കൊടുക്കായിരുന്നു. നാളെ ഏതായാലും ജാമ്യത്തിന്റെ കാര്യത്തിന് പോവുമല്ലോ, കോടതി എന്താ തീരുമാനിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ മുത്തശ്ശി. അപ്പോഴത്തേക്കുമാണ് പുറത്തുനിന്ന് നമ്മുടെ ശിവശങ്കര മേനോൻ മനു എന്ന് വിളിക്കുന്നത്. അപ്പോഴത്തേക്കും മനു പറഞ്ഞു, എന്താച്ചാ ഞാൻ മുത്തശ്ശിയുടെ അടുത്താ ഇപ്പൊ വരുവാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, മോനെ നിങ്ങൾ തിരിച്ചു വരുമ്പം എന്തായിന്ന് ഒന്ന് പറയണം കേട്ടോടാ. ഇങ്ങനെ ഒരു കിളവി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആരെങ്കിലും ഒന്ന് ഓർക്കണം മോനെ. നീ വേറെ ആരും ഓർത്തില്ലെങ്കിൽ നീയൊന്നും ഒന്ന് ഓർക്കണം കേട്ടോ. ആരെങ്കിലും ഒന്ന് അങ്ങനെയൊക്കെ ഓർക്കുമായിരുന്നെങ്കിൽ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആകപ്പാട് ഇവിടെ മനുഷ്യപ്പറ്റുള്ളത് നീയാ, അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്. വരാം മുത്തശ്ശിയോട് എല്ലാ വിവരവും പറയാം, അതുപോലെ എന്നാ പിന്നെ നീ അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി മനുവിനെ അങ്ങ് പറഞ്ഞു വിടാണ് കേട്ടോ. അങ്ങനെ മനു പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ശിവശങ്കര മേനോനോട് ചോദിക്കുകയാണ്, എന്താ അച്ഛാ എന്നെ വിളിച്ചത്? അത് പിന്നെ നിന്നെ വിളിച്ചത് എന്തിനാ പോകാനായിട്ട്? അത് പിന്നെ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറയുക. അത് പിന്നെ വേറൊന്നുമല്ല, അമിത പ്രതീക്ഷയോടുകൂടി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെല്ലരുത്. മിക്കവാറും ഇത് നമുക്ക് പ്രതികൂലമാകാനാണ് ചാൻസ് കൂടുതൽ.
ആ തിരിച്ചറിയൽ പരേഡില്ല എൻ്റെ ഒരു പ്രതീക്ഷ. ആ പെണ്ണ് ഹരിയെ തിരിച്ചറിയാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടില്ലേ, പിന്നെ കേസിൽ നിന്ന് ഊരാൻ എളുപ്പമല്ലേ. കഴിഞ്ഞ ദിവസം വക്കീലും എന്നോട് ആ കാര്യം സൂചിപ്പിച്ചിരുന്നു മനു. അതാ ഞാൻ പറഞ്ഞത് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന്. എന്താടാ നീ അങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്? ഉം മറ്റ് മറ്റു 3 പ്രതിയെയും ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞില്ല എങ്കിലും ഹരീനെ ഉറപ്പായിട്ടും തിരിച്ചറിയും. അവൻ 1-ാം പ്രതിയാ. അവന്റെ കാമുകിയായിരുന്നു ആ പെണ്ണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പ്രേമം കാണിച്ചു നടന്നതല്ലേ അവളുടെ പുറകെ. ആ കൊച്ച് അത് സത്യമാണെന്ന് കരുതി വളരെ അടുത്ത് ഇടപെടുകയും ഇത്രയും നാള് പ്രേമിച്ച് കൂടെ നടന്നവനെ ഒരു പെൺകുട്ടികളും അവിശ്വസിക്കത്തില്ല. അത് മാത്രമല്ല, കാണാൻ കണ്ണിന് കാഴ്ചയുണ്ടല്ലോ അവക്ക്. അതുകൊണ്ട് ഒരിക്കലും അവൻ ഹരി തന്നെയാണെന്ന് അറിയുകയും ചെയ്യാം അവക്ക്. അതുകൊണ്ട് തെറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞത് അമിത പ്രതീക്ഷ വേണ്ട എന്ന്. ഓഹോ, അപ്പൊ നീ എന്റെ മനസ്സ് മടുപ്പിക്കുകയാണ് രാവിലെ. ഒരു യാഥാർത്ഥ്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ. ഈ ഒരു സമയത്ത് നമ്മുടെ ശിവനാണെങ്കിൽ കമലേ എന്ന് വിളിക്കുക. ഏതായാലും കമലേ എന്ന് വിളിച്ചിട്ട് കമലേനെ കിട്ടുന്നില്ല കേട്ടോ, കമലെ കാണുന്നില്ല. അപ്പോഴത്തേക്കാണെങ്കിൽ ഇവളിവിടെ എവിടെ പോയി കിടക്കും, നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ദേ ഒരു പ്രസാദമൊക്കെ കൈ പിടിച്ച് കയറി വരുന്നുണ്ട്. അമ്പലത്തിൽ പോയതാണേ. അങ്ങനെ നമ്മുടെ മനു ചോദിച്ചു, അമ്മ ഇതെവിടെ പോയതാ? ഞാന് ക്ഷേത്രത്തിൽ പോയതാ, ഹരിയുടെ പേരിൽ ഒരു വഴിപാട് കഴിച്ചു ജാമ്യം കിട്ടാനായിട്ട്. ഓ, ദേ എന്തിനാ അമ്മ ഈ എടുത്താ പൊങ്ങാത്ത കേസൊക്കെ എടുത്ത് ദൈവങ്ങളുടെ തലയെ കൊണ്ട് ഇടുന്നത്? ജാമ്യം കിട്ടണമെങ്കിൽ ജാമ്യം കിട്ടണമെങ്കിൽ അത് ജഡ്ജി വിചാരിക്കണം. ദേ ആദ്യം രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്ക്. ദൈവത്തിനോട് പറ ആ പെങ്കൊച്ചിന് നല്ല മനസ്സ് കൊടുക്കാന്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുക. പിന്നെ ഈ തിരിച്ചറിയൽ പരേഡുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ച്. തിരിച്ചറിയൽ പരേഡോ? അതെന്താ? അത് 4 പ്രതികളെ നിർത്തിയിട്ട് ആ പെങ്കൊച്ചിനോട് ചോദിക്കും, തിരിച്ചറിയാനും പറയും. അതിൽ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഈ തവണയും ജാമ്യം കിട്ടാൻ ചാൻസ് ഇല്ല, അത് ഉറപ്പാണ്. അതുകൊണ്ടാ പറഞ്ഞത്. മോന് ജാമ്യം കിട്ടാനല്ല, തിരിച്ചറിയാനോ അല്ലെങ്കിൽ ആ പെങ്കൊച്ചിന് നല്ല ബുദ്ധി കൊടുക്കാനോ ആ പെങ്കൊച്ചിനെ മാറ്റി പറയിപ്പിക്കാനോ അങ്ങനെ വല്ലതും പ്രാർത്ഥിക്കാൻ നോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും കമല, ഓ ഇത് വല്ലാത്തൊരു ഗതിയായി പോയല്ലോ, എന്റെ ദൈവമേ, എന്റെ മോനിങ്ങ് വന്നാ മതിയായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ശിവശങ്കരമേനോൻ മനുവിനോട് പറഞ്ഞു, വാ നമുക്ക് പോകാന്ന് പറഞ്ഞ് ഇവരിറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും കമല പെട്ടെന്ന്, ശിവേട്ട അത് പിന്നെ അവള് ഹരിയെ തിരിച്ചറിഞ്ഞാല് എന്തായാലും രോഹിയും തിരിച്ചറിയാതിരിക്കത്തില്ലല്ലേ. അപ്പൊ പിന്നെ ബാലേന്ദ്രൻ ഈ ഓട്ടോ ഒക്കെ ഓടിയത് വെറുതെ ആകും, അവനും ജാമ്യം കിട്ടാൻ പോകുന്നില്ലല്ലേ. അപ്പൊ ശിവൻ പറഞ്ഞു, എന്റെ പൊന്നു കമലെ, ഇവിടെ നെല്ലിക്ക ഇരിപ്പുണ്ടോ? ആ ഉണ്ടല്ലോ. എന്തിനാ ശിവേട്ട? അതരച്ച് നിന്റെ തലയില് തളം വെക്കാനായിട്ട്. അങ്ങനെയെങ്കിലും സൽബുദ്ധി ഉണ്ടാവൂല്ലോ നിനക്ക്. അത് പിന്നെ ഇപ്പൊ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഓ പിന്നെ എന്താ ഞാൻ പറയേണ്ടത്? അപ്പോഴത്തേക്കും മനു പറഞ്ഞു, അമ്മ ഈ അസൂയയും കുശുമ്പും ഒക്കെ കളഞ്ഞിട്ട് നല്ല മനസ്സോടുകൂടി ഒന്ന് പ്രാർത്ഥിക്കും മകനെ ശിക്ഷ കിട്ടാതിരിക്കാന്. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാല് ഹരി മിനിമം 10 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും, ഓർത്തോ. അത് പിന്നെ നീ വാടാ, അവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവശങ്കരനെ മനുവിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. കമലയുടെ മനസ്സ് നന്നാകുന്ന ഒരു ഇതുമില്ല കേട്ടോ. അതൊരിക്കലും നന്നാവത്തില്ല. അതിങ്ങനെ കിടക്കും ഗ്ലാവ് പിടിച്ച്, ഇങ്ങനെ വൃത്തികെട്ടൊരു മനസ്സായിട്ട് ഇങ്ങനെ കിടക്കും. ഏതായാലും അവരങ്ങ് പോയപ്പോഴത്തേക്കും കമല എന്തൊക്കെയോ നിന്ന് ചിന്തിക്കുന്നുണ്ട്. പിന്നത്തെ സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അലീനയും കൃഷ്ണമോളെയാണ്. അങ്ങനെ അലീനയോടല്ല കൃഷ്ണമോളോട് അലീന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ കോടതിയിലെ. അത് പിന്നെ എങ്ങനെയാ ചേച്ചി ആ പെങ്കൊച്ച് എങ്ങനെയാ വരുന്നത്? അത് പിന്നെ ആ പെങ്കൊച്ചിനെ അതിന്റെ വീട്ടുകാരൊക്കെ കൊണ്ടുവരും. എന്നിട്ട് എന്താ അത് പറയുന്നത്? അത് പിന്നെ കോടതിയില് അവിടുത്തെ ജഡ്ജി ചോദിക്കും, ഇവരെയൊക്കെ തിരിച്ചറിയോ എന്ന്. അപ്പം അറിയാന്നല്ലേ പറയത്തുള്ളൂ. ആ അതെ അറിയാന്ന് പറയും. അങ്ങനെ അറിയാന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ എന്ത് പറ്റും? ജാമ്യം കിട്ടത്തില്ല. അപ്പം രോഹിത്തേട്ടനെയും അറിയാന്ന് പറയോ? രോഹിത്തേട്ടനെ അറിയാന്ന് പറയുമായിരിക്കും. അല്ല ഇങ്ങനെയൊക്കെ തന്നെയാണോ സംഭവിക്കുന്നത്? അല്ല ഇത് എങ്ങനെ ചേച്ചിക്ക് അറിയാം? ഞാനൊരു ഊഹത്തിന് പറഞ്ഞ മോളെ. ഇത് തന്നെ ആയിരിക്കും ശരി. ചേച്ചി പറയുന്നത് തെറ്റാറില്ലല്ലോ. അല്ല രോഹിത്തേട്ടനെ കൊണ്ട് നിർത്തിയ ശരണി അറിയാന്ന് പറയാതിരുന്നാ മതിയായിരുന്നു. അവൾ എന്ത് പറയുന്നു നമുക്ക് അറിയില്ലല്ലോ മോളെ. മോളൊരു കാര്യം ചെയ്യ്, മോള് സ്കൂളിൽ പോകാൻ നോക്ക്. അല്ല ചേച്ചി പോകുന്നുണ്ടോ കോടതിയിൽ? പോണാന്നാ പറഞ്ഞത്. ഞാൻ അച്ഛന്റെ കൂടെ പോകും. അതെ, റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ എനിക്ക് മെസ്സേജ് ഇടണം കേട്ടോ. ഓർക്കുമ്പോ തന്നെ ടെൻഷൻ ആകുക, ചങ്കിനകത്തൊരു പെടപ്പാ. മോള് പേടിക്കൊന്നും വേണ്ട, ദൈവത്തിനോട് പ്രാർത്ഥിക്ക് തന്റെ ഏട്ടനെ രക്ഷിക്കണേ എന്ന്. അത് മാത്രം മതി. ദൈവത്തിന്റെ മനസാക്ഷിയുടെ മുന്നിലെ എല്ലാം ചിലപ്പം ശരിയായിരിക്കാം, ചിലപ്പം നമ്മുടെ രോഹിത് രക്ഷപ്പെടുമായിരിക്കാം. അങ്ങനെ നീ ചിന്തിക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ അലീന കൃഷ്ണമോളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ
വാതിലൊക്കെ അടച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് സ്റ്റെയർ ഇറങ്ങി നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങ് വരികയാണ്. അപ്പം ബാലചന്ദ്രൻ ചോദിക്കുക, അതെ പോകണ്ടേ നമുക്ക്? ഇപ്പോഴേ പോണോ? കോടതി 10 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അത് പിന്നെ വക്കീൽ ഓഫീസിൽ കയറണ്ടേ? അതെ, എനിക്ക് ഡ്രസ്സ് ഒന്ന് മാറ്റിയാൽ മതി, ഒരു 10 മിനിറ്റ്. അല്ല, നീ വരേണ്ട കാര്യമുണ്ടോ എന്നാണ് എന്റെ സംശയം. അതെന്താ വെച്ചാൽ ഞാൻ വന്നു കഴിഞ്ഞ പ്രശ്നം? അല്ല, ഐഡന്റിഫിക്കേഷൻ പരേഡ് അല്ലേ, അടച്ചിട്ട കോടതി മുറിയിൽ വെച്ചായിരിക്കും. പൊതുജനങ്ങൾക്ക് കോടതി വളപ്പിലേക്ക് പോലും പോകാൻ പറ്റത്തില്ലല്ലോ. അതിന് നമ്മൾ പൊതുജനമല്ലല്ലോ, കക്ഷികളല്ലേ. നമ്മൾ ഇന്ന് തീർച്ചയായിട്ടും കേറ്റത്തില്ല. അതെ, അവര് രഹസ്യമായിട്ട് നടത്തുന്ന തെളിവെടുപ്പാ. അത് പിന്നെ എനിക്ക് അവിടെ എവിടെയെങ്കിലും വെച്ച് ചരണിനെ ഒരു നോക്കൊന്ന് കണ്ടാൽ മാത്രം മതി. അവളോട് ഞാൻ സംസാരിച്ചോളാം. അത് പിന്നെ നമുക്ക് ചിലപ്പോ കാണാൻ പറ്റിയേക്കും. അവള് നിന്നെ കാണണമെന്നില്ല. അവള് നിന്നെ കണ്ടാൽ നിന്നെ കണ്ടു എന്ന് നടിക്കുവോ? അത് പിന്നെ അവളുടെ ഒരു നോട്ടം കിട്ടിയാൽ മതി, ഒരു 2 സെക്കൻഡ് നേരം, അത് മാത്രം മതി. അവൾക്ക് സത്യം പറയാനുള്ള ധൈര്യം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാ. അവള് സത്യം പറയുന്നതിന്റെ മനസ്സും പറയുന്നുണ്ട്. എന്നാ പിന്നെ മോളെ നീ പോയി റെഡിയാകുക. എന്നാ പിന്നെ ഞാൻ ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞുകൊണ്ട് അലീന റെഡിയാകാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ അലീന റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ ബബിതനെ വിളിക്കാനിട്ട് പറയാണ്, ഞങ്ങൾ കോടതിയിലേക്ക് പോവാ. അതിന് എപ്പോഴാ അച്ഛാ വരുന്നത്? എപ്പോ വേണമെങ്കിലും വരാം, ചിലപ്പം ലേറ്റ് ആയി എന്ന് വരും. വാതില് അടച്ച് ലോക്ക് ചെയ്ത് വേണം അകത്തിരിക്കാനായിട്ട്. എന്നാല് അച്ഛൻ പോയിട്ട് വാ എന്നും പറഞ്ഞ് നമ്മുടെ ബബിത ഇവരെ യാത്രയൊക്കെ അയക്കാണ്. ഏതായാലും ഒത്തിരി നല്ലൊരു പ്രതീക്ഷയോട് കൂടിയാണ് കോടതിയിലേക്ക് അച്ഛനും മകളും കൂടെ പോകുന്നത്. ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.